ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? രാവിലേക്കായാലും രാത്രിയിലേക്കായാലും കറിയൊന്നും കൂട്ടാണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. 1/2 കപ്പ് ഇഡ്ഡലി അരി, 1/4 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം 2-3 പ്രാവശ്യം നല്ലോണം കഴുകി 4 മണിക്കൂർ കുതിർത്തി വെക്കാം. 4 മണിക്കൂർ കുതിർത്തി വെച്ച അരിയും ഉഴുന്നും ഉലുവയാണ്. നമുക്കിത് നല്ല ഫൈനായിട്ട് ഒരുപാട് വെള്ളം ചേർക്കാണ്ട് കുറേശ്ശെ കട്ടിയിൽ അരച്ചെടുക്കാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്ര കട്ടിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവ് 8 മണിക്കൂർ പുളിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മാവ് 8 മണിക്കൂർ നമ്മൾ പുളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലോണം പുളിച്ചു പൊന്തിയപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് പുറത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മാവിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ചും കൂടി കട്ടിയിൽ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ചേർക്കാം. ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമ്മൾ ഈ കടുക് വറുത്തിട്ടില്ലേ, ആ എണ്ണ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാവ് ഓരോ കുഴിയിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മോൾ ഭാഗം വെന്തുണ്ടാവും. നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിടാം. അടിഭാഗം കൂടി വേവിച്ചെടുക്കാം. അടിഭാഗം റെഡി ആയിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഈ പാൻ മാറ്റിയിട്ട് വേറെ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്കൊരു മിക്സ് റെഡിയാക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ സിസ്കോൺ സോസാണ്. ഇത് നല്ല എരിവുണ്ടാവും, അപ്പം അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂണിൽ താഴെ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 4 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. ഇതിലേക്ക് പകുതി സവോള, പകുതി ക്യാപ്സിക്കം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് പകുതി തക്കാളി ചേർക്കുന്നുണ്ട്. ഉള്ളിലത്തെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ചേർക്കണം. ഇതൊന്ന് വാട്ടാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം സോസ് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിക്കോളൂ. സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും, കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കൊക്കെ സോസ് എടുത്ത് വയ്ക്കാം. സ്നാക്ക് ഇട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാത്ത. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും റെഡിയാക്കുന്നതിന് കുറച്ച് വെറൈറ്റി. പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഈ കമൻറ്റിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് എന്താണോ പേര് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.